അനീഷിനോട് തന്റെ വിഷമം പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു അനുമോൾ. തന്റെ മൂക്കിന്റെ പാലം ഓൾറെഡി പ്രശ്നത്തിലായിരുന്നു. അതാണ് അക്ബർ വീണ്ടും ചതച്ചരച്ചത്. ഇനി ഞാൻ ഇത് കൺഫഷൻ റൂമിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നെ നാട്ടിലോട്ടേക്ക് വിടും. അതുകൊണ്ട് എനിക്ക് ഇത് പറയാനും ആകുന്നില്ല, വേദന സഹിക്കാനും ആകുന്നില്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുന്നേ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ മൂക്കായിരുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ സർജറി ചെയ്യണം. ഞാൻ എന്നിട്ട് എന്റെ പരാതിയും പരിഭവമൊന്നും ആരോടും പറയാൻ നിൽക്കുന്നില്ല. എത്രമാത്രം എനിക്ക് ശരീരത്തിന് വേദനയുണ്ടെന്നറിയാമോ? അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ട. എന്റെ മൂക്കിന്റെ എല്ല് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തറച്ചു നിൽക്കുകയാണ്. അത് കാണുന്നവർക്കും മനസ്സിലാകും, തൊടുന്നവർക്കും മനസ്സിലാകും. ഇതുമായി ഞാൻ കൺഫഷൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഡോക്ടേഴ്സ് പറയും എന്നോട് ഇത് പുറത്തു പോയി സർജറി ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ഗെയിമിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വേദന കടിച്ചമർത്തി കൺഫഷൻ റൂമിലോട്ട് പോലും പോവാതെ നിൽക്കുകയാണ്. അക്ബറിന്റെ മുന്നിൽ എത്രയോ തവണ ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവൻ അവിടെ നിന്ന് മാറാതെ എന്നെ ചതച്ച് അരയ്ക്കുകയായിരുന്നു. ആദ്യ റൗണ്ടിൽ അക്ബറിന്റെ ഉപദ്രവം, രണ്ടാമത്തെ റൗണ്ടിൽ നെവിന്റെ മോഷണം, മൂന്നാമത്തെ റൗണ്ടാണ് ഞാൻ നന്നായി ഒന്ന് കളിച്ചത്. അതിൽ എനിക്ക് ഒരുപാട് പാവകളെ ശേഖരിക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ നന്നായി തന്നെ സ്കോർ ചെയ്യുകയും ചെയ്തു. അവസാനം പേര് വന്നതും കള്ളി എന്ന്. ഞാനല്ല അക്ബറിന്റെ പാവകൾ മോഷ്ടിച്ചത്. ഞാൻ സ്വന്തമാക്കിയ പാവകൾ വെച്ച് മാത്രമാണ് പോയിന്റ് നേടിയിട്ടുള്ളത്. അവസാന റൗണ്ടിൽ എനിക്ക് ഒരുപാട് പാവകൾ കിട്ടി. ആദ്യ 2 റൗണ്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്രയും അധികം പാവകൾ കിട്ടിയപ്പോൾ മറ്റുള്ളവർ സംശയിച്ചത് അക്ബറിന്റെ പാവം മുഴുവൻ ഞാൻ അടിച്ചു മാറ്റിയത് കൊണ്ടാണെന്നാണ്. എന്നാൽ അതിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പോയിന്റ്സ് മാത്രമാണ് ആ സ്കോർ ബോർഡിലുള്ളത്. ഇങ്ങനെയുള്ള പല വിഷമങ്ങൾ അനീഷിനോട് തുറന്നു പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അനുമോൾ. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.